യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം ദൈവരാജ്യത്തിലെ പൗരന്മാരുടെ ഗുണങ്ങളും യോഗ്യതകളും എന്നുള്ള വിഷയത്തിൽ കർത്താവ് യേശുക്രിസ്തു ആ അധ്യായം മുഴുവൻ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസ് ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ചു. എന്റെ സഹോദരനോട് അവൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? പത്രോസിന്റെ ഹൃദയത്തിൽ 7 വട്ടം എന്നുള്ള ചിന്തയുണ്ട്. അന്നത്തെ യഹൂദ റബിമാർ പഠിപ്പിച്ചത് 3 വട്ടം ആയിരുന്നെങ്കിൽ പത്രോസിന് കുറച്ചുകൂടെ ജനറോസിറ്റി ഉണ്ടായിട്ട് 7 വട്ടം എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്നു. പക്ഷെ അതും പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, 70 വട്ടം ക്ഷമിക്കണം. 490 പ്രാവശ്യം എന്നാണ് പലരും ചിന്തിക്കാറുള്ളത്. എങ്കിലും യേശു ഉദ്ദേശിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പരിധിയില്ലാത്ത ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ക്ഷമ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുവാൻ യേശു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമ സംസാരിക്കുകയുണ്ടായി. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ദൈവരാജ്യ മൂല്യമാണ് യേശുക്രിസ്തു ഈ ഉപമയിലൂടെ സംസാരിക്കുന്നത്. യേശു ഇപ്രകാരം പറഞ്ഞല്ലോ, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. 10,000 താലന്ത്. 10,000 താലന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ഏതാണ്ട് 1 കോടിയിലധികം രൂപ കടപ്പെട്ടവനായ ഒരു ദാസൻ. അവന് വീട്ടുവാൻ വകയില്ല എന്നും അവനെയും അവന്റെ ഭാര്യയെയും അവന്റെ കുഞ്ഞുങ്ങളെ വിട്ട് കടം തീർപ്പാൻ ഈ യജമാനൻ കൽപ്പിച്ചപ്പോൾ ഇവൻ ആ രാജാവിന് മുമ്പാകെ വീട് നമസ്കരിച്ചുകൊണ്ട്, എന്നോട് ദയ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മനുഷ്യന്റെ പ്രവൃത്തികളെ കുറിച്ചാണ്. അതായത് ദൈവത്തിന് മുമ്പാകെ അവന്റെ പാപം ക്ഷമിച്ച് കിട്ടേണ്ടതിന് വേണ്ടി, അവന്റെ അകൃത്യം ക്ഷമിച്ച് കിട്ടേണ്ടതിന് വേണ്ടി, രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതൊന്നും തന്നെ ദൈവത്തിന് മുമ്പാകെ വിലപ്പോവില്ല. കാരണം നമ്മുടെ പാപത്തിന് കടം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു പ്രവൃത്തി കൊണ്ടും കൊടുത്തു തീർക്കുവാൻ കഴിയാത്തതാണ് എന്നുള്ള വസ്തുത നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മളെ ഇടയാക്കി തീർത്തു. അങ്ങനെ ഈ മനുഷ്യന് ഈ രാജാവ് ക്ഷമ കൊടുത്തു എന്ന് നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, യജമാനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു കടവും ഇളച്ചു കൊടുത്തു. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ ഇളച്ചു കിട്ടിയവൻ അവൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നുള്ളതാണ്. ഈ ഇളച്ചു കിട്ടിയത് എന്ന് പറയുമ്പോൾ ഈ ഇളച്ചു കിട്ടിയവന് കൂടുതൽ പ്രിവിലേജ്, കൂടുതൽ ആനുകൂല്യം, കൂടുതൽ ഗ്രേസ് അവന് ലഭിച്ചതുകൊണ്ട് അവനെപ്പോഴും ദൈവത്തോടും മനുഷ്യനോടും നന്ദിയുള്ളവനായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചന നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിച്ചവരായ ആളുകൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതായ അവസ്ഥയിൽ നിൽക്കുന്നതിനെ യേശു ഇവിടെ വ്യക്തമായി വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ദൈവത്തിന് മുമ്പാകെ അത് എന്തായിത്തീരും, അല്ലെങ്കിൽ എങ്ങനെയായിത്തീരും, എന്താണ് എന്നുള്ള സൂചനയും നമുക്ക് ഈ വേദഭാഗത്തു നിന്നും പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, ആ ദാസൻ പോകുമ്പോൾ, 28-ാമത്തെ വാക്യമാണ്, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കട തീർക്കുക എന്ന് പറഞ്ഞു. വളരെയധികം വിരോധാഭാസമുള്ളതായ ഒരു സംഭവമാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത്. കടം ഇളച്ചു കിട്ടിയ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ തന്റെ കൂട്ടുദാസൻ തനിക്ക് ഏതാണ്ട് 100 വെള്ളിക്കാശ് കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ അവനെ തൊണ്ടയ്ക്ക് കയറി ഞെക്കിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് പറയുമ്പോൾ തന്നെ 29-ാമത്തെ വാക്യത്തിൽ അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. ഈ ആദ്യത്തെ ദാസനും ഇത് തന്നെയല്ലേ ചെയ്തത്? അവൻ തന്റെ യജമാനന് പറഞ്ഞു, യജമാനനെ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആയിരുന്നു. 1 കോടിയിലധികം രൂപയുടെ എമൗണ്ട്. അത് കൊടുത്തു തീർക്കുവാൻ കഴിയില്ല എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ 100 വെള്ളിക്കാശ് കൊടുത്തു തീർക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഏതാണ്ട് 1 വർഷത്തെ ഒരു മനുഷ്യന്റെ സമ്പാദ്യമാണ് ഈ 100 വെള്ളിക്കാശ് എന്ന് പറയുന്നത്. അത് 1 വർഷം കൊണ്ട് അവന് ജോലി ചെയ്താൽ കൊടുത്തു തീർക്കാവുന്നതേ ഉള്ളൂ. ക്ഷമിക്കുവാൻ കഴിയുന്നതായ ഒരു കാര്യത്തെ അവന്റെ മുമ്പിൽ കടന്നു വന്നപ്പോൾ ക്ഷമ കിട്ടിയവൻ അതിനെ തുച്ഛീകരിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ തൊണ്ടക്കീറി ഞെക്കിപ്പിടിച്ച് അവനെ ഏതാണ്ട് കൊല്ലുവാൻ ശ്രമിക്കുന്ന പോലെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കണേ, എത്ര ഭീകരമാണ് ഈ ഒരവസ്ഥ. ഇന്നും നമ്മൾ ഇങ്ങനെയല്ലേ?
ദൈവത്തിൽ നിന്നും വലിയ ക്ഷമ പ്രാപിച്ച ആളുകൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ക്ഷമയെക്കുറിച്ച്, അതിന്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നോക്കുക, നമ്മുടെ പാപത്തിന്റെ ആ കുറ്റം, ആ കടം ദൈവം ക്ഷമിച്ചു എന്നുള്ളത് എത്രത്തോളം വലിയൊരു കാര്യമാണ്. ഇന്ന് മനുഷ്യൻ ഇങ്ങനെ പുണ്യക്ഷേത്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും സഞ്ചരിക്കുന്നു? കാരണം അവന്റെ പാപത്തിന്റെ കടം അതിഭീകരമായതുകൊണ്ട് മനുഷ്യൻ അങ്ങനെയൊക്കെ പോവുകയാണ്. ക്രിസ്ത്യാനികൾ പോലും മലകൾ കയറുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും കാൽനടയായിട്ട് ഇങ്ങനെ കബറിടങ്ങൾ സന്ദർശിക്കാനും പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ ഒരു പ്രവൃത്തി പോലും ദൈവത്തിന് മുമ്പാകെ അവനെ നീതീകരിക്കില്ല എന്നുള്ള വസ്തുത. അപ്പോൾ ഇതേ ഒരു കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ഈ മനുഷ്യൻ അധികം അവൻ ഇളച്ചു കിട്ടി, അവന് സന്തോഷം പ്രാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ സന്തോഷം പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരുവാൻ അവന് കഴിയുന്നില്ല എന്നുള്ള വസ്തുത നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. 100 വെള്ളിക്കാശ് കടംപ്പെട്ട ആ മനുഷ്യന്റെ കൊങ്ങായിക്ക് പിടിച്ച് അവനെ ഞെക്കി, ഇപ്പോൾ തന്നെ എന്റെ കടം തീർക്ക എന്ന് പറഞ്ഞ് അട്ടഹസിക്കുമ്പോൾ വാസ്തവത്തിൽ അവൻ പ്രാപിച്ചതായ ക്ഷമ അവന് അയോഗ്യതയുള്ളതാണ്, അത് അവന് യോഗ്യമല്ല എന്ന് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അവന് ഒരു അവസരം പോലും കൊടുത്തില്ല. ഈ മനുഷ്യന് ഒരു വലിയ ക്ഷമ ആ രാജാവ് കൊടുത്തെങ്കിൽ ഈ ദാസൻ തന്റെ കൂട്ടുദാസന് ഒരു അവസരം പോലും കൊടുക്കാതെ അവനെ കടം വീട്ടുവോളം തടവിൽ ആക്കി വെച്ചു. 31-ാമത്തെ വാക്യം, ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. വാസ്തവത്തിൽ ഈ മനുഷ്യനെ കണ്ട് ഇവൻ ദുഃഖിക്കുക വേണ്ടത്. പക്ഷേ ദുഃഖിക്കുന്നതിന് പകരം ആ മനുഷ്യനെ കോപത്തോടുകൂടി കാണുവാനും തൻ്റെ കോപം മുഴുവനും അവന്റെ മേൽ ജ്വലിപ്പിക്കുവാനുമാണ് അവൻ പരിശ്രമിച്ചത്. പക്ഷെ ഈ കൂട്ടുദാസന്മാർക്ക് വളരെ അധികം ദുഃഖം തോന്നി. സംഭവിച്ചത് ചെന്ന് ആ രാജാവിനെ കണ്ടു ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും വിളിച്ചു തന്നല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവന്റെ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്ക്, രക്ഷ പ്രാപിച്ചവൻ വീണ്ടും അവൻ തടവിലാക്കപ്പെടുക. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ക്ഷമയുടെ ഒരു മാർഗമാണ്. അതായത് നമ്മളുടെ പാപങ്ങൾ, അതിൻ്റെ കടങ്ങൾ വളരെ ഭീകരമാണ്. ആ കടങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചതുകൊണ്ട് നമ്മളും മറ്റുള്ളവരോട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ ക്ഷമിക്കണമെന്നാണ് കർത്താവ് നമ്മളോട് ഉപദേശിക്കുന്നത്. എങ്ങനെ ക്ഷമിക്കണം? ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കണമെന്ന് ഇവിടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് ക്ഷമിക്കണം? നമ്മളോട് ദ്രോഹം ചെയ്ത ആളുകൾ കാണുമായിരിക്കും, നമ്മളോട് വളരെ കലുഷിതമായി പെരുമാറുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ അവരോട് ക്ഷമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അതൊരു ദൈവരാജ്യ സ്വഭാവമായെങ്കിൽ മാത്രമേ നമുക്ക് മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് പേര് പത്രത്തിൽ വരാനോ മറ്റുള്ളവർ മുമ്പാകെ നമ്മൾ പ്രശംസിക്കപ്പെടുവാനല്ല ക്ഷമിക്കേണ്ടത്, മറിച്ച് ഇതൊരു ദൈവരാജ്യ സ്വഭാവമായിരിക്കണം. എൻ്റെ യേശു എൻ്റെ പാപങ്ങളെ, ബഹുവിധമായ പാപങ്ങളെ, വലിയ കനമുള്ള പാപങ്ങളെ എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചെങ്കിൽ ചെറിയ കനമുള്ളതായ ഓരോരുത്തരുടെയും ആ പശ്ചാത്താപങ്ങളെ അല്ലെങ്കിൽ അവരുടെ പിഴകളെ ഞാൻ ക്ഷമിക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ദൈവരാജ്യ സ്വഭാവമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമ നമ്മളിൽ നിന്ന് പിൻവലിക്കുമെന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തോടുള്ള നമ്മുടെ റെക്കൺസിലിയേഷൻ, നമ്മുടെ നിരപ്പ്, അതെപ്പോഴും ദൈവം നമുക്ക് തന്ന ക്ഷമയെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലും അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ ബോധ്യമായി തീരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളിൽ ഈ ദൈവരാജ്യ സ്വഭാവം ഉളവാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ആ ക്ഷമയിലൂടെ ദൈവരാജ്യ സ്വഭാവത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ സ്വഭാവമായ ക്ഷമ ഞങ്ങൾ മറ്റുള്ളവരിലും പ്രകടമാക്കുവാനും കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയപൂർവ്വമായി ക്ഷമിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നമ്മളോട് ക്ഷമിച്ചതായ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, ഹൃദയപൂർവ്വം ക്ഷമിക്കണം.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. അതിനായി ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.